It's tail frog, let's fly, let's fly. It's tail frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയിട്ടുള്ള ആസ്രിയൽ എന്നു പേരുള്ള ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഒരു ടൈപ്പ് സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's tail frog. തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് ആരും തന്നെ ഡയലോഗുകളൊന്നും പറയുന്നില്ല. അവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനേ സാധിക്കുള്ളൂ. ഇടയിൽ വരുന്ന ഒരു ക്യാരക്ടർ മാത്രമേ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന ഡയലോഗുകളൊക്കെ ഇവരുടെ ആ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാടിന്റെ നടുവിലുള്ള ഒരു പഴയ ചർച്ചാണ് കാണിക്കുന്നത്. ഇപ്പോ ആ ഒരു പള്ളിയിലുണ്ടായിരുന്ന ലേഡിയാണെന്നുണ്ടെങ്കിൽ അവിടെ മെഴുകുതിരികളും കാര്യങ്ങളൊക്കെ കത്തിച്ചു വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഭിത്തിയിലായിട്ട് ഒരു ഓട്ട കാണുന്നുണ്ട്. അതിലിപ്പോ ഒരുപാട് രക്തം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ചുമരിലായിട്ടുണ്ടായിരുന്ന ചെറിയൊരു പെൺകുട്ടിയുടെ ഡ്രോയിങ് കാണിച്ചിട്ട് ഈ ഒരു സീൻ ഇവിടുന്ന് കട്ട് ചെയ്യാണ്. കാടിന്റെ നടുവിലായിട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഇപ്പോ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ, ആ ഡ്രോയിങ്ങിലുള്ളത് നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോ ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡ്രോയിങ് കാണിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത്. അവളിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്നും എന്തോ ഒരു ബെറി പറിച്ചെടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് മാതിരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഇവളുടെ ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ഇപ്പോ നല്ല രീതിക്ക് ഭയക്കുന്നുണ്ട്. അവള് ചുറ്റും നോക്കുകയാണ്. ഇപ്പൊ ആ ഒരു ഭാഗത്ത് മുഴുവൻ തെരഞ്ഞു നോക്കിയിട്ടും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവളിപ്പോ ആ ഒരു ഭാഗത്ത് നിന്ന് പോവാണ്. ഇപ്പോ ഹീറോയിൻ പോകുന്ന ആ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാള് തീയൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോ ഇവരിയ്ക്കുന്ന ആ ഒരു ഭാഗം വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം മുഴുവനും നമ്മുടെ ഹീറോയിൻ അങ്ങനെ അന്വേഷിച്ച് നോക്കുകയാണ്. എന്നാൽ ആ ഒരു ഭാഗം മൊത്തം തെരഞ്ഞു നോക്കിയിട്ടും അവിടെ നിന്ന് ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എടാ, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നെ പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ ഒരു കാര്യമൊക്കെ കാണുന്ന സമയത്ത് ഇവരെ ആരോ തെരഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ വരുന്നവർ ആരാണെങ്കിലും അവരെ പേടിച്ചിട്ടാണ് ഇവർ ഈ ഒരു കാടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യത്തില് കുറച്ച് മുന്നോട്ടേക്ക് നടന്നു പോവാണ്. അവളിപ്പോ നല്ല രീതിയിൽ തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവനിപ്പോ അവിടെ വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ തൊണ്ടയിലുള്ള എന്തോ ഒരു മാർക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന ആ ഒരു സമയത്ത് അവൾക്ക് ചെറുതായിട്ട് ആശ്വാസം ആവുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് അത് ഇവന് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ എടുത്തിട്ട് അവന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോ കാടിനുള്ളിൽ നിന്ന് വീണ്ടും ആ ഒരു ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ശബ്ദം കേട്ടപ്പോ തന്നെ നമ്മൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ ബാക്കിലേക്ക് ഇവർ രണ്ടുപേരും പോയി ഒളിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ ഇവർ ഈ മരത്തിന്റെ ബാക്കിൽ ഒളിച്ചു നിന്നിട്ടും ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ആരെയും കാണുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവർ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നത് വരെ നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ, അവരെ ഇപ്പോ ഞാൻ ഡൈവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് ഓടി പോവാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവനിപ്പോ അവിടുന്ന് പോയ സമയത്ത് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അവളിപ്പോ ബോയ് ഫ്രണ്ട് പോയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഓടി പോവാണ്. എന്നാൽ ഇവളിങ്ങനെ ഓടുന്ന ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഇവളുടെ തൊട്ട് മുന്നിലായിട്ട് ഒരാളങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. അയാളിപ്പോ നേരെ നമ്മുടെ ഹീറോയിനെ പിടിക്കാനായിട്ട് വരികയാണ്. അയാളുടെ കയ്യിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പൊ മുടി നീട്ടി വളർത്തിയിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് കയറി വരികയാണ്. അയാള് നമ്മുടെ ഹീറോയിന്റെ വയറിലേക്ക് നോക്കിയിട്ട് തന്നെ ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളെയും വലിച്ചെടുത്തോണ്ട് ഇപ്പൊ അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോയ് ഫ്രണ്ടിനെയും ഈ ഒരു ടീമിലുണ്ടായിരുന്ന ആൾക്കാർ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ടീമിലുണ്ടായിരുന്ന ഒരാള് ഒരു കത്തി എടുത്തിട്ട് അവന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ്. മര്യാദക്ക് നീ അടങ്ങി നിന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് തീർത്ത് കളയെന്ന് പറയാണ്. അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവനൊന്ന് അടങ്ങുന്നുണ്ട്. ഇപ്പോ അവനെ പിടിച്ചിട്ട് ആ ഒരു കാറിന്റെ ഡിക്കിലേക്ക് കൊണ്ട് തട്ടുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ വേറൊരു കാറിലേക്ക് കയറ്റുകയാണ്. എന്നാൽ ഇത്രയും സമയമായിട്ടും ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ആ ഒരു ബോയ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും അവര് ഒരു കാര്യം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇവർ രണ്ടുപേരും ആ ഒരു കാറിൽ കയറ്റിയിട്ട് എങ്ങോട്ടേക്കോ ദൂരത്തേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹീറോയിൻ ഇരിക്കുന്ന ആ ഒരു കാറിന്റെ ഡിക്കി ചെറുതായിട്ട് തുറന്നാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോയിന് ആ ഒരു ഗ്യാപ്പ് വഴി ബാക്കിൽ വരുന്നുണ്ടായിരുന്ന അവളുടെ ബോയ് ഫ്രണ്ടിനെ കയറ്റിയിട്ട് വരുന്ന ആ ഒരു കാറിലേക്ക് തന്നെ നോക്കി അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ കുറച്ചു നേരത്തിന് ശേഷം ഈ ഒരു രണ്ട് കാറും രണ്ട് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു പോവാണ്. ആ കാർ വേറെ ഡയറക്ഷനിലേക്ക് പോകുന്ന കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. ആ ഒരു കാറിന്റെ ഡിക്കി ഇപ്പൊ ചവിട്ടി തുറക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഹീറോയിൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ആ ഒരു ഡിക്കിന്ന് അവൾക്ക് പുറത്തിറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയ ആ ഒരു കാറ് ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതിന്റെ അകത്ത് നമ്മുടെ ഹീറോയിനെ ഇപ്പൊ വലിച്ചഴിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗ്രൂപ്പിന്റെ ലീഡറിന്റെ അടുത്തേക്കായിരുന്നു. അയാള് ഇവൾക്ക് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടെ ഒരു മരത്തിന്റെ ചെയറുണ്ടായിരുന്നു. ആ ഒരു ചെയറിലേക്ക് നമ്മുടെ ഹീറോയിനെ കൊണ്ടുവന്ന് കെട്ടിവെക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇവരുടെ ടീമിലുണ്ടായിരുന്ന ഒരു മൊട്ടത്തലയിൽ ഉണ്ടായിരുന്നല്ലേ, അവൻ
അവനിപ്പോ അവള് ദേഷ്യം പിടിച്ചിട്ട് അടിച്ച് നിലത്തേക്ക് ഇടുന്നുണ്ട്. എന്നാൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു മുടി നീട്ടി വളർത്തിയ ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇപ്പൊ ടൈറ്റ് ആയിട്ട് പിടിച്ചു വെക്കുകയാണ്. ഈ ഒരു മൊട്ടേനെ അവൾ ഇങ്ങനെ ഇട്ടിട്ട് അടിക്കുന്ന സമയത്ത് ഈ ഒരു മുടി നീട്ടി വളർത്തിയ ആളുടെ മുഖം നല്ല രീതിയിൽ മാറുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവര് ചേട്ടനോ അനിയനാണെന്നുള്ളത്. ഇപ്പോ ഇവളെ ആ ഒരു ചെയറിൽ കെട്ടി വെച്ചിട്ട് എല്ലാവരും ഓരോരോ ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇവരുടെ ലീഡർ ഇപ്പൊ പുറം തിരിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ നേരെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആരും തന്നെ ആ ഒരു ലീഡർ ആയിട്ടുള്ള ലേഡീന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. അവര് മനഃപൂർവ്വം തന്നെ വേറെ ഏതൊരു ഡയറക്ഷനിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോ ഇവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ഒരു ലേഡി അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, സോറി, ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല, നീ എന്നോട് ക്ഷമിച്ചേ മതിയാകൂ. ആ ഒരു എക്സ്പ്രഷനിലാണ് ഈ ഒരു ലീഡർ ആയിട്ടുള്ള ലേഡി നോക്കി നിൽക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷാർപ്പായിട്ടുള്ള കത്തി ഇപ്പൊ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ കാലില് വലിയൊരു മുറിവുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മുറിവുണ്ടാക്കിയ സമയത്ത് അവളുടെ കാലിൽ നിന്ന് ഒരുപാട് രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു രക്തം പുറത്ത് വന്ന അതേ സമയത്ത് തന്നെ ആ ഒരു കാട്ടിലുണ്ടായിരുന്ന മുഴുവൻ മരങ്ങളും ഇങ്ങനെ ആടി ഉലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഭീകരമായിട്ട് ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് മരത്തിന്റെ മുകളിലായിട്ട് ഒരുപാട് പാത്രങ്ങളും പാട്ടകളും കുപ്പികളൊക്കെ അങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു കാറ്റടിച്ച സമയത്ത് ഇതെല്ലാം കൂടി കൂട്ടിമുട്ടിയിട്ട് ഒരുപാട് ശബ്ദം ഉണ്ടാവുകയാണ്. എന്തോ ഒരു ഭീകരമായിട്ടുള്ള സംഭവം ഇവരെ നോക്കി വരുന്നുണ്ടെന്ന് മാത്രമാണ് നമ്മൾക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത്. ഈ ഒരു ശബ്ദം കേട്ട ആ ഒരു സമയത്ത് തന്നെ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇവളെ വിട്ടിട്ട് വേറൊരു ഭാഗത്തേക്ക് പോയി നിൽക്കുകയാണ്. ഇപ്പൊ കാടിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു രൂപം നടന്നു വരുന്നതിൻ്റെതായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് കേൾക്കുകയാണ്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ ഈ ഒരു ലീഡർ ആയിട്ടുള്ള ലേഡിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവളിപ്പോ സ്ലൈറ്റ് ആയിട്ട് ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ ഇവരുടെ ടീമിലുണ്ടായിരുന്ന ബാക്കി ആളുകളും അതേ ശബ്ദം തന്നെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആരായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് നടന്നു വരുന്നതെന്ന് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കറുത്തിട്ടുള്ള ഒരു രൂപം നമ്മുടെ ഹീറോയിൻ നോക്കി അങ്ങനെ നടന്നു വരുന്നുണ്ട്. അതിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഒരുപാട് പേടിയാവുന്നുണ്ട്. അവൾ ആ ഒരു ചേർന്ന് ഇപ്പൊ എണീക്കാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാണ്. ഇപ്പോ ആ ഒരു രൂപം ഇവളുടെ അടുത്തേക്ക് തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ കൈ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയറ് അത് പൊട്ടിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലീഡറിന്റെ ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ രൂപത്തിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ആ ഒരു രൂപം നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് അവളിരിക്കുന്ന ആ ഒരു ചെയറിന്റെ ഹാൻഡില് ഒരു വിധത്തിൽ പൊട്ടിച്ചെടുക്കുകയാണ്. ഈ ഒരു ശബ്ദം ആ ഒരു മൊട്ടയും കേൾക്കുന്നുണ്ട്. അവനിപ്പോ ഓടിപ്പോയിട്ട് എങ്ങനെയെങ്കിലും അവളെ പിടിച്ചു വെക്കണം എന്നുള്ള രീതിയിൽ അവളുടെ കയ്യിലേക്ക് അമർത്തി പിടിക്കുകയാണ്. ഈ ഒരു കാര്യമൊന്നും ടീമിലുണ്ടായിരുന്ന ബാക്കി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവര് പുറംതിരിഞ്ഞാണല്ലോ നിൽക്കുന്നത്. അവരിപ്പോ വീണ്ടും വീണ്ടും ആ ഒരു ശബ്ദം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവൾ ആ ഒരു ചെയർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കഷ്ണം വെച്ചിട്ട് അവന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തി കയറ്റുകയാണ്. ഇപ്പോ അവന്റെ നെഞ്ചിതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോര ഇപ്പൊ പുറത്തേക്ക് ഒഴുകി പോകുന്നുണ്ട്. ഇത്രയും നേരം നമ്മുടെ ഹീറോയിന്റെ ചോരയുടെ സ്മെല്ലായിരുന്നു അവിടേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ചോര പുറത്തു വന്നതുകൊണ്ട് തന്നെ ആ ഒരു രൂപം നമ്മുടെ ഹീറോയിനെ വിട്ടിട്ട് നേരെ ആ ഒരു മൊട്ടേനെ എടുത്തോണ്ട് പോവാണ്. എന്നിട്ട് അവന്റെ നെഞ്ച് കട്ടിച്ച് കീറുന്നുണ്ട്. ഇപ്പോ ഈ ഒരു രൂപം അവൻ ആക്രമിക്കുന്ന ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ആ ഒരു കെട്ടൊക്കെ അഴിച്ചിട്ട് കാടിന്റെ ഉള്ളിലേക്ക് ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവള് അവിടുന്ന് പോയ ആ ഒരു സമയത്താണ് ഇവരെല്ലാരും തിരിഞ്ഞു നോക്കുന്നത്. ഇപ്പോ ഈ ഒരു മുടി നീട്ടി വളർത്തിയ ആൾ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെയറിൽ നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു രൂപം ഇവന്റെ അനിയനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവൻ കാണുന്നത്. അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെന്ന് മനസ്സിലായ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഡർ ലേഡിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. അവൾ ഓടി ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അരുവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവളുടെ കാലിലുണ്ടായിരുന്ന ആ ഒരു മുറിവൊക്കെ കഴുകുകയാണ്. ഇപ്പോ ആ ഒരു അരുവിയൊക്കെ ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാന്ന് നമ്മുടെ ഹീറോയിൻ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റിയിട്ട് അവൾ ആലോചിക്കുന്നത്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പച്ചലകളും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് അവളുടെ കാലിലുണ്ടായിരുന്ന ആ ഒരു മുറിവൊക്കെ കെട്ടിവെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലത്തെ ആ ഒരു കറുത്ത രൂപം നമ്മുടെ ഹീറോയിന്റെ കാലിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു രക്തത്തിന്റെ മണം പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഈ ഒരു രൂപത്തിനെ കണ്ട സമയത്ത് തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗുഹേന്റെ ഉള്ളിലേക്ക് ഇവള് കയറിയിരിക്കുകയാണ്. ഈ ഒരു രൂപം ഇപ്പൊ ഈ ഒരു ഗുഹേന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ഇപ്പോ ശ്വാസം പോലും വിടാതെ അതിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവൾ അങ്ങനെ ഒച്ചയൊന്നും ഉണ്ടാക്കാതിരുന്നോണ്ട് തന്നെ ആ ഒരു രൂപം ഇപ്പൊ അവിടുന്ന് പോവുകയാണ്. കുറെ സമയത്തിന് ശേഷം നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ആ ഒരു ഗുഹേന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ എന്റെ ബോയ് ഫ്രണ്ടിനെ രക്ഷിക്കുക, അവനെ ഞാൻ എവിടെ പോയി തരയണം എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ ആ ഒരു കാടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവൾ അങ്ങനെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ അവർ ആ ഒരു കാറിൽ കയറ്റിട്ടായിരുന്നല്ലേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാറിന്റെ ടയർ മാർക്സ് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു ടയർ മാർക്ക് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിരിക്കുന്ന ആ ഒരു ഭാഗം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോ ആ ഒരു ടയർ മാർക്കും ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോവാണ്. അവളങ്ങനെ പോയിട്ട് അവസാനമായിട്ട് ആ ഒരു ലീഡർ ഇരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ ആ ഒരു ലീഡറിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഗണ്ണൊക്കെ ആയിട്ടാണ് ആ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ നൈസായിട്ട് ആ ഒരു ക്യാമ്പിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പിയും പാട്ടയും തകരയും കയ്യിൽ കിട്ടിയ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഇവർ നിൽക്കുന്ന ആ ഒരു ക്യാമ്പിന് ചുറ്റുമായിട്ട് വലിയൊരു വേലി തന്നെ കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വേലിന്റെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയൊരു ഗ്യാപ്പ് വഴി നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ഈ ഒരു ക്യാമ്പിന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. അവളിപ്പോ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കാറിന്റെ ബാക്ക് സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ ഒരു ക്യാമ്പിനെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന മരത്തിന് താഴെയായിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ടിനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് അതിങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നത് അവള് കാണുകയാണ്. ഇത് കണ്ടപ്പോ ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവിടെ തന്നെയാണുള്ളതെന്ന് അവള് കൺഫേം ചെയ്യാണ്. ഈ ഒരു സമയപ്പത്തേക്കും ആ
ഒരു ലീഡർ ലേഡി ഇവള് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അവരെ കണ്ടിട്ട് ഇവൾ ഒരുപാട് പേടിച്ചിട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ടെന്റിന്റെ ബാക്കിൽ പോയിട്ട് ഒളിക്കുകയാണ്. ഈ ലേഡി ആണെന്നുണ്ടെങ്കിൽ ഇവളിരിക്കുന്ന ആ ഒരു ടെന്റിന് നേരെ തന്നെ വരുന്നുണ്ട്. എന്നാൽ ഇവളെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ടെന്റിനുള്ളിൽ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ലീഡറിന്റെ അമ്മയാണെന്നാണ് തോന്നുന്നത്. അവരിപ്പോ ഓക്കെ ആണോ നോക്കിയിട്ട് ആ ഒരു ലീഡർ ലേഡി അവിടുന്ന് പോവാണ്. എന്നാൽ അങ്ങനെ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ടെന്റിന്റെ ബാക്കിൽ ആരും ഇരിക്കുന്നതായിട്ട് ലീഡറിന് ഫീൽ ചെയ്യുന്നുണ്ട്. അവരിപ്പം എല്ലാം തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവര് നോക്കുന്നതിന് മുന്നേ തന്നെ അവള് അവിടുന്ന് എസ്കേപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാരും നിൽക്കുന്ന ആ ഒരു ക്യാമ്പിന്റെ തൊട്ടടുത്തായിട്ട് പഴയ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ഒരു ചർച്ചിന്റെ ഉൾഭാഗം കാണിക്കുകയാണ്. ഈ ചർച്ചാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ചർച്ചിന്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള എന്തോ ഒരു പ്രാർത്ഥനകളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വൈറ്റ് കളർ ഡ്രസ് ഇട്ടിട്ടുള്ള ഈ ഒരു ലേഡിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ ആരും ജീസസിനൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. ഇവരിയ്ക്കുന്നതിന്റെ തൊട്ടു മുന്നിലായിട്ടുള്ള ആ ഒരു ഭിത്തിയിൽ ഒരു ഓട്ട ഉണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് ഒരുപാട് ബ്ലഡ് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു ലേഡി ഈ ഒരു ചുമരിലേക്ക് നോക്കിയിട്ട് ഭയങ്കര പേടിയോടെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു മെഴുകുതിരികളൊക്കെ അവർ അണയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവിടുന്ന് എണീറ്റ് പോവാണ്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരെ നമുക്ക് മദർ എന്ന് വിളിക്കാം. മദറിന്റെ അടുത്തേക്ക് നമ്മുടെ ലീഡർ ലേഡി ഇപ്പൊ നടന്നു വരുന്നുണ്ട്. ഹീറോയിൻ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ മദറിന് ഒരുപാട് ദേഷ്യം വരികയാണ്. മദർ ഇപ്പോ നമ്മുടെ ലീഡറിനെ ഒരുപാട് ദേഷ്യത്തില് അവരുടെ മുഖത്തേക്ക് തന്നെ അടിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് വേറെ ആരോ ഉണ്ട് എന്നുള്ളത് ഈ ഒരു മദറിന് ഫീൽ ചെയ്യാണ്. ഈ ഒരു മദർ ഇപ്പൊ നടന്നു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കുകയാണ്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവരിയ്ക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ അടിയിലായിട്ട് നമ്മുടെ ഹീറോയിൻ ഉണ്ടായിരുന്നു. ഇവളുടെ ബോയ് ഫ്രണ്ടിനെ ആ ഒരു ഭാഗത്ത് മുഴുവനും അവൾ തെരഞ്ഞു നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലീഡർ ഈ ഒരു മദറിനെയൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവായിരുന്നു. എന്നാൽ അവർക്കും ഈ ഒരു ഭാഗത്ത് ആരോ ഉള്ളതായിട്ട് ഫീൽ ചെയ്യാണ്. അതുകൊണ്ട് ആ ഒരു പള്ളിക്ക് ചുറ്റും ഇവർ നടന്നങ്ങനെ തിരയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇപ്പൊ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിണ്ടാതെ ഈ ഒരു ചർച്ചിന്റെ അടിയിൽ തന്നെ അവൾ അങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു ലീഡർ ലേഡി ഇവളിരിക്കുന്ന ആ ഒരു ഭാഗം കണ്ടുപിടിക്കുകയാണ്. അവളുടെ കാല് പിടിച്ചിട്ട് അതിശക്തമായിട്ട് പുറത്തേക്ക് വലിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇഴഞ്ഞിട്ട് മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ഇവളിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ കയറി വരികയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്തേക്ക് ഒരു അഴി ഇടിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു മണി പോലത്തെ സാധനം അടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും അലർട്ട് ചെയ്യാണ്. ഈ ഒരു ക്യാമ്പിലുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഹീറോയിൻ ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അവരെല്ലാരും തന്നെ നമ്മുടെ ഹീറോയിനെ തെരഞ്ഞിറങ്ങുകയാണ്. ഹീറോയിൻ ഇപ്പോ ഒരു വിധത്തില് ആ ഒരു ക്യാമ്പിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഇവള് പുറത്തേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് ആ ഒരു വേലിയിൽ തട്ടിയിട്ടുള്ള സൗണ്ട് കേട്ടിട്ട് അവിടേക്ക് ലീഡറിന്റെ ആൾക്കാർ വരികയാണ്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് അവൾക്ക് അത് കൊള്ളുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ ഒരു വിധത്തില് ആ ഒരു ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഇവള് നിർത്താതെ ഇപ്പൊ മുന്നോട്ടേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടിയിട്ട് ഒരുപാട് ദൂരം അവൾ ഓടുന്നുണ്ട്. ആ വേലി പൊളിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവളിപ്പോ നിൽക്കുന്ന ആ ഒരു ഭാഗത്തുള്ള പാറയിൽ അവൾ പിടിച്ചതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്ലഡ് ഇപ്പൊ ആ ഒരു പാറയുടെ മുകളിലാവാണ്. ഈ ബ്ലഡിന്റെ സ്മെല്ല് അടിച്ചതും അവിടേക്ക് ആ ഒരു കറുത്ത രൂപങ്ങൾ വരുന്നുണ്ട്. പാറയുടെ മുകളിലുള്ള ബ്ലഡ് അതിങ്ങനെ നക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഹീറോയിൻ അവിടെ നിൽക്കുന്നത് ആ ഒരു കറുത്ത രൂപം കാണുകയാണ്. അതിപ്പോ ഇവളുടെ പുറകെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേ രൂപത്തിലുള്ള ഒരുപാട് കറുത്ത പ്രേതങ്ങൾ ഇവളിപ്പോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളും ആ ഒരു പ്രേതങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോ നല്ല സ്പീഡിൽ തന്നെ മുന്നോട്ടേക്ക് ഇങ്ങനെ ഓടുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇവളുടെ മുന്നിലേക്ക് ഒരു കാർ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ കാറിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട്. നീ മാത്രമാണോ അവിടുന്ന് രക്ഷപ്പെട്ടത്? നിന്റെ കയ്യിൽ എന്താ പറ്റിയത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇയാൾ ഇപ്പോ അവളുടെ കയ്യിലൊക്കെ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇവൾ ഒന്നും മിണ്ടാതെ ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് പോയിട്ട് കയറിയിട്ട് വാതിലടയ്ക്കുകയാണ്. അയാളും ഇപ്പൊ ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവളെ കയറ്റിയിട്ട് അവിടുന്ന് പോവുകയാണ്. ഇവളുടെ കയ്യിൽ നിന്ന് ഒരുപാട് രക്തം വീണ്ടും ഇങ്ങനെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അയാളാണെന്നുണ്ടെങ്കിൽ ഒരു തുണി എടുത്തിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും എന്നോട് പറയുന്നൊക്കെ അയാൾ ഇപ്പൊ പറയാണ്. ആക്ച്വലി ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ അയാളെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അയാളാണെന്നുണ്ടെങ്കിൽ നിനക്ക് വിശക്കുന്നുണ്ടോ, ഭക്ഷണം എന്തെങ്കിലും വേണോ? നീ പേടിക്കണ്ട, ഇവിടെ റോഡിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവളുടെ കഴുത്തിലുള്ള ആ ഒരു ക്രോസ് മാർക്ക് ഇയാൾ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അയാൾക്ക് ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട്. നിനക്ക് എന്താ സംഭവിച്ചത്? നിന്റെ കഴുത്തിൽ ആരെങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടും അവൾ റെസ്പോണ്ട് ചെയ്തതുകൊണ്ട് തന്നെ അയാള് അവൾക്കായിട്ട് ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ഈ ഒരു മ്യൂസിക് കേട്ടപ്പോ അവൾക്ക് പേടിയാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു കാടിന്റെ പുറത്തുള്ള ആളുകളായിട്ട് ഇവർക്കും ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആളുകൾക്കും ഒരു ബന്ധമില്ലെന്നാണ് തോന്നുന്നത്. ജനിച്ചപ്പോ മുതൽ ഇവർ ഈ ഒരു കാടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ഇയാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് കേട്ടിട്ട് ഇവൾ ഇത്രയും പേടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു പാട്ട് കേട്ടിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു പറയാണ്. ഇപ്പൊ അവളും തലയാട്ടിട്ട് ആ ഒരു പാട്ട് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോ പെട്ടെന്ന് ഇവരുടെ കാറിന് മുന്നിലേക്ക് ആ ഒരു ലീഡർ ലേഡീന്റെ ആള് വന്ന് നിൽക്കുകയാണ്. ആ ഒരു കാർ ഓടിക്കുന്ന ആളെ വെടിവെച്ചിടുന്നുണ്ട്. ഇപ്പൊ കാറാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു കൺട്രോളും ഇല്ലാതെ അങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ വേഗം ആ ഒരു സ്റ്റിയറിംഗിൽ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിധത്തിൽ ആ ഒരു കാർ കൺട്രോൾ ചെയ്തിട്ട് ആ വെടിവെച്ചിട്ടുണ്ടായിരുന്ന ആളെ ഇടിച്ചിടുകയാണ്. അതിനുശേഷം ഈ ഒരു കാർ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഇടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളെ രക്ഷിക്കാൻ നോക്കിയിട്ടുള്ള ആ ഒരു
മനുഷ്യനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇയാളിങ്ങനെ മരിച്ചു കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവളെ രക്ഷിക്കാൻ നോക്കിയ ഇയാളെയല്ലേ ആ ഒരു ലീഡർ ലേഡിയുടെ ആള് കൊന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അവളിപ്പോ വേഗം കാറിന്റെ അകന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്ത് കാറിടിച്ച് കിടക്കുന്നുണ്ടായിരുന്ന അയാളെ ഇവള് കൊല്ലാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അയാളുടെ ഗണ്ണെടുത്തിട്ട് ഇവളുടെ കാലിലേക്ക് അടിക്കുന്നുണ്ട്. അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഒരു വിധത്തില് അയാളെ തള്ളി വിട്ടിട്ട് അയാളുടെ ഗണ്ണെടുത്തിട്ട് അയാളെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഈ ഒരു കാര്യങ്ങൾക്ക് ശേഷം ഇനി എങ്ങനെ എന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്നു വിചാരിച്ചിട്ട് അവൾ ആ ഒരു കാട്ടുകൂടെ അങ്ങനെ അലഞ്ഞു തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളങ്ങനെ നടക്കുന്ന സമയത്താണ് കാടിന്റെ ഉള്ളിൽ ആരോ തീയിട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നത് അവള് കാണുന്നത്. നോക്കുന്ന സമയത്ത് അത് അവളുടെ ബോയ് ഫ്രണ്ട് തന്നെയായിരുന്നു. അവനെ രക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ അവനാണെന്നുണ്ടെങ്കിൽ ഇവളെ നോക്കിയിട്ട് അടുത്തേക്ക് വരരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. എന്നാൽ ഇവള് അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ടേക്ക് ഓടുകയാണ്. ഇവന്റെ തൊട്ടടുത്തെത്തി അതേ സമയത്ത് തന്നെ ഏതോ ഒരു ട്രാപ്പിൽ അവള് കുടുങ്ങിയിട്ട് അവളിപ്പോ മേലേക്ക് തൂങ്ങി പോവാണ്. ഇവളിങ്ങനെ തൂങ്ങി കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു മുടി നീട്ടി വളർത്തിയ ആളല്ലേ അയാളങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. ഈ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചതേ അവൻ തന്നെയാണ്. ഇവളുടെ ബോയ് ഫ്രണ്ട് അവിടെ എണീറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ കൈ ആ ഒരു മരത്തോട് ചേർത്തിട്ട് ആണി അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു മുടി നീട്ടി വളർത്തിയ ആളാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ക്രിസ്റ്റി എന്ന് വിളിക്കാം. ക്രിസ്റ്റി ഇപ്പൊ അങ്ങോട്ടേക്ക് നടന്നു വന്നിട്ട് അവന്റെ ഗണ്ണെടുത്തിട്ട് ബോയ് ഫ്രണ്ടിന്റെ മുഖത്തേക്ക് തന്നെ അടിക്കുകയാണ്. ഇവനെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവനെ വെറുതെ വിടുന്നുള്ള രീതിയിൽ അവളിങ്ങനെ അലറി കരയാണ്. എന്നാൽ അവളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവരുടെ എക്സ്പ്രഷൻ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ക്രിസ്റ്റി മെല്ലെ തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരെ ചുറ്റും ഉണ്ടായിരുന്ന മരത്തിലുള്ള ഇലകൾ മുഴുവനും ഇങ്ങനെ ആടി ഒലയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോ തന്നെ ക്രിസ്റ്റിക്ക് ഇവിടേക്ക് ആ ഒരു പ്രേതം വരാനായിട്ട് പോവാന്നുള്ളത് മനസ്സിലാവുകയാണ്. ക്രിസ്റ്റി ഇപ്പോ ഈ ഒരു ഭാഗത്തെങ്ങാനും ആ ഒരു പ്രേതം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവളുടെ കാല് കെട്ടിയിട്ടുള്ള ആ ഒരു കയർ അഴിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവിന് ഒരുപാട് ബ്ലഡ് അതിപ്പോ താഴേക്ക് ഇങ്ങനെ ചാടുന്നുണ്ട്. ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്ലഡ് നിലത്തേക്ക് വീണ അതേ സമയത്ത് തന്നെ ആ ഒരു പ്രേതം അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ക്രിസ്റ്റീനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവന്റെ തല ആ ഒരു മരത്തില് അടിച്ച് ചെതറിക്കുകയാണ്. അതിനുശേഷം മരത്തിലുണ്ടായിരുന്ന ആ ഒരു ബ്ലഡ് മുഴുവനും അതിപ്പോ ഇങ്ങനെ നക്കി എടുക്കുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേടിയാവുന്നുണ്ട്. അവളുടെ കാൽ കെട്ടിയിട്ടുള്ള ആ ഒരു കയർ വഴി പിടിച്ചിട്ട് ഒരു വിധത്തിൽ ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് അവൾ കയറി പോവാണ്. ഇപ്പൊ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്ന ക്രിസ്റ്റീനെ അവിടേക്ക് വന്നിട്ടുള്ള ആ ഒരു പ്രേതങ്ങൾ മുഴുവനായിട്ടും വലിച്ചു കീറി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ബോഡിയും തൂക്കിയെടുത്തിട്ട് ആ ഒരു 2 പ്രേതങ്ങൾ അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ രക്ഷപ്പെടുത്താനായിട്ട് ആ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ഇവളിങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ വേറൊരു പ്രേതം അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ബോയ് ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോ അവന്റെ കഴുത്തിൽ കടിച്ചിട്ട് അവനെ കൊല്ലുകയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇവളിപ്പോ താഴേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മരത്തിന്റെ മുകളിലേക്കും ഒരു പ്രേതം കയറി വന്നിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ ഹീറോയിൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവളുടെ കാലിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയർ എടുത്തിട്ട് അതിന്റെ കഴുത്തിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ടിപ്പോ ആ ഒരു മരത്തിന്റെ മുകളിൽ അതിനെ താഴേക്ക് തള്ളി വിടുന്നുണ്ട്. ഹീറോയിനും ഇപ്പൊ താഴേക്ക് ചാടുകയാണ്. ആ ഒരു മരത്തിൽ തൂങ്ങിയിട്ട് അതിന്റെ കാര്യം ഇപ്പൊ തീരുമാനമാവുന്നുണ്ട്. ഇതിങ്ങനെ മരിച്ചു കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. അത് പ്രേതവുമല്ല, ഒരു അമാനുഷിക ശക്തിയുമല്ല, അത് എന്തോ ഒരു തരത്തിലുള്ള മൃഗമാണ്. ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. കാരണം അവൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന അവളുടെ ബോയ് ഫ്രണ്ടിനെയാണ് ഈ ഒരു പ്രേതങ്ങൾ കൊന്നിട്ടുണ്ടായിരുന്നത്. അവനിങ്ങനെ മരിക്കാൻ കാരണം ആ ഒരു പ്രേതങ്ങൾ മാത്രമല്ല, ആ ഒരു ചർച്ചിലുണ്ടായിരുന്ന മൊത്തം ആളുകളും അതിന് ഉത്തരവാദികളാണ്. അതിനിപ്പോ റിവഞ്ച് എടുക്കാനായിട്ട് തന്നെ നമ്മുടെ ഹീറോയിൻ തീരുമാനിക്കുകയാണ്. ക്രിസ്റ്റീന്റെ ഗണ്ണും കയ്യിലെടുത്തിട്ട് അവളിപ്പോ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു ലീഡറിന്റെ ഗ്യാങ്ങിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിസിലടിച്ചിട്ടാണ് സിഗ്നൽ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഹീറോയിനും ഇവരുടെ ക്യാമ്പിന്റെ അടുത്ത് പോയിട്ട് അതേപോലെ തന്നെ ഒരു വിസിലടിക്കുകയാണ്. ഈ ഒരു ശബ്ദം കേട്ട സമയത്ത് തന്നെ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കാടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള തങ്ങളുടെ ആൾക്കാർക്ക് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഈ ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവർ പോയ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു വേലി വഴി നമ്മുടെ ഹീറോയിൻ ഈ ഒരു ക്യാമ്പിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഇനി ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കൊന്ന് കൊലവിളിക്കാൻ തന്നെയാണ് നമ്മുടെ ഹീറോയിൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനായിട്ട് ഇവൾ ഓരോരോ ടെന്റായിട്ട് കയറി നോക്കുകയാണ്. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇവിടെ ആരെയും കാണാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് ഒരുമാതിരി ഡൗട്ട് അടിക്കുകയാണ്. അവള് നേരെ ഈ ഒരു ക്യാമ്പിന്റെ ഉള്ളിലുള്ള ചർച്ചിലേക്ക് വരികയാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മദർ അവിടെയുള്ള മെഴുകുതിരികളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഒരു മദർ ആണെന്നുള്ളത് നമ്മുടെ ഹീറോയിന് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലാനായിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ആ ഒരു ഗണ്ണുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇപ്പൊ മദറുമല്ലേ ഇവള് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തിരിയുന്നുണ്ട്. അപ്പോഴാണ് അവർ ഗർഭിണിയാണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ മദറിനെ കൊല്ലണോ വേണ്ടിയൊന്ന് അവളിപ്പോ തീരുമാനം എടുക്കാനായിട്ട് ഒരു 2 സെക്കൻഡ് കൺഫ്യൂഷൻ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പില് മദർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ ഹീറോയിന്റെ തലയ്ക്ക് അടിക്കുകയാണ്. ഇവര് തമ്മിൽ നടന്ന ഫൈറ്റില് മദറിന്റെ വയറില് ലൈറ്റ് ആയിട്ട് ഒരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലീഡറിന്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ അടിച്ചു തൂക്കി ബോധം കെടുത്തിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോവാണ്. അവരിപ്പോ ഹീറോയിനെ വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കുഴി എടുത്തിട്ട് ഒരു ശവപ്പെട്ടിയിലേക്ക് ആക്കിയിട്ട് ഇവളെ അടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പെട്ടിക്ക് മുകളിൽ അവരിപ്പോ മണ്ണിടുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ നിൽക്കുന്ന ആ ഒരു മരങ്ങളൊക്കെ ഇപ്പൊ ആടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോ തന്നെ ഇവിടേക്ക് ആ ഒരു പ്രേതങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവാണ്. ഇപ്പൊ ഹീറോയിന് ബോധം വരുന്നുണ്ട്. അവളിരിക്കുന്ന ആ ഒരു പെട്ടി ചവിട്ടി പൊട്ടിക്കുകയാണ്. അവളിരിക്കുന്ന പെട്ടിയുടെ അടിഭാഗം ഇപ്പൊ തുറന്നു വീഴുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരു ടണല് മാതിരി അവിടെ ഒരു വഴി മുന്നോട്ടേക്ക് നീണ്ടിങ്ങനെ പോകുന്നുണ്ട്. അവളിപ്പോ കയ്യിലൊരു ലൈറ്റുമായിട്ട് ഈ ഒരു തുരക്കം വഴി മുന്നോട്ടേക്ക് പോവാണ്.
എന്നാൽ ഒരുപാട് ദൂരം പോയ സമയത്താണെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിലായിട്ട് ഒരു കറുത്ത പാറ കാണാണ്. എന്നാൽ ശ്രദ്ധിച്ച് നോക്കിയ സമയത്താണ് അവൾക്ക് മനസ്സിലായത് അത് പാറയല്ല എന്നുള്ളത്, അത് ആ ഒരു പ്രേതം തന്നെയാണ്. അതിപ്പോ നമ്മുടെ ഹീറോയിനെ പിടിക്കാനായിട്ട് വരികയാണ്. ഹീറോയിനും തിരിച്ച് ആ ഒരു പെട്ടിയുടെ ഉള്ളിലേക്ക് തന്നെ വന്ന് കയറുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രേതം ഇവളെ കടിച്ച് കീറാനായിട്ട് അവളുടെ മുകളിലേക്ക് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ഉറക്കെ ഇങ്ങനെ കരയുന്നുണ്ട്. എന്നാൽ ആ ഒരു ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു പ്രേതമാണെന്നുണ്ടെങ്കിൽ ഇവളെ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാര്യം എന്താന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഇവളുടെ നഖം വെച്ചിട്ട് മദറിന്റെ വയറിൽ ഒരു കീറൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ മദറിന്റെ ആ ഒരു ബ്ലഡ് ഇവളുടെ കയ്യിൽ പുരണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു പ്രേതം ഇവളൊന്നും ചെയ്യാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നത്. ഇപ്പോ ഫ്യൂച്ചറിൽ നടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അതിന് മനസ്സിലാവുന്നുണ്ട്. അതിപ്പോ നമ്മുടെ ഹീറോയിനെ ഒന്നും ചെയ്യാതെ അവിടുന്ന് പോവുകയാണ്. എന്നാലും നമ്മുടെ ഹീറോയിന് എന്തുകൊണ്ടാണ് ആ ഒരു പ്രേതം അവളെ ആക്രമിക്കാതെ അവിടുന്ന് പോയെന്ന് ഭയങ്കര ഡൗട്ട് ആവുകയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയിട്ട് ആ ഒരു ടണലിലെ ഓപ്പണിംഗിൽ എത്തിയിട്ടുണ്ട്. അത് ഈ ഒരു ക്യാമ്പിന്റെ വേറൊരു ഭാഗത്തേക്കാണ് നമ്മുടെ ഹീറോത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ക്യാമ്പിന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ സമാധാനത്തോടെ അവരുടെ ആ ഒരു ടെന്റിൽ പോയിട്ട് കിടന്നുറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ലീഡർ ലേഡി മാത്രം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ നേരെ ആ ഒരു ചർച്ചിലേക്ക് പോവാണ്. മദറിന്റെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു മുറിവിന് ഇപ്പൊ അവർ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ പുറത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. അവരിപ്പോ പുറത്തേക്ക് ഇറങ്ങി ഓടി വന്ന് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവരുടെ അമ്മ ഉണ്ടായിരുന്ന ആ ഒരു ടെന്റ് അതങ്ങനെ നിന്ന് കത്തുകയാണ്. അത് കത്തിച്ചത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ഹീറോയിൻ തന്നെയായിരുന്നു. ലീഡർ ലേഡി ആണെന്നുണ്ടെങ്കിൽ അവർ രക്ഷിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു തീന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവരും മരിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ അവരെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് ഇപ്പോ ബാക്കിയുള്ളവരെല്ലാരും കൂടിയിട്ട് ആ ഒരു തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരെല്ലാരും കൂടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്ന ആ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ടെന്റുകൾക്കും കൂടി തീ വെക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെയുള്ള എല്ലാവരും തന്നെ ഒരുപാട് ടെൻഷൻ അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോരോ ആളുകളെയും വെടിവെച്ച് കൊല്ലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ലീഡർ ലേഡി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു ഘട്ടത്തില് അവൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുന്നേ നമ്മുടെ ഹീറോയിൻ ഇവരുടെ വയറിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. ഇപ്പോ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗണ്ണും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരുത്തനുണ്ട്. അവനിപ്പോ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ഹീറോയിനെ കണ്ടുപിടിച്ച് വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവളാണെന്നുണ്ടെങ്കിൽ ഇവനെ നല്ല രീതിയിൽ തന്നെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ടീമിൽ സിഗ്നൽ കൊടുക്കാനായിട്ട് അവരൊരു വിസിൽ അടിക്കില്ലേ, അതേപോലെ നമ്മുടെ ഹീറോയിൻ ഈ ഒരു ക്യാമ്പിന്റെ അവിടെ ഇവിടെയൊക്കെ പോയി നിന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഈ ഒരു ഗണ്ണർ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവന് മനസ്സിലാവാണ് ഇവളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിഗ്നൽ വന്ന ഭാഗത്തേക്ക് അവനിപ്പോ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരാൾ മരിച്ചു വീഴാണ്. നമ്മുടെ ഹീറോയിനാണ് കൊന്നതെന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ അവിടേക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട്. എന്നാൽ ഇവന്റെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെയാണ് അവനിപ്പോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടിട്ട് അവൻ ഒരുപാട് ഷോക്ക് ആവാണ്. ഈ മരിച്ചു കിടക്കുന്ന ആളെ ഭയങ്കര ഷോക്കായിട്ട് അവൻ അങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒരു കത്തിയായിട്ട് അവന്റെ മേത്തേക്ക് ചാടി വീഴുന്നുണ്ട്. അവന്റെ പുറത്ത് കുത്തിയിട്ട് അവനിപ്പോ കൊല്ലുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു കത്തിയായിട്ട് ചർച്ചിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പോ ചർച്ചിന്റെ വാതിലടച്ചിട്ട് മദർ എവിടെയാണെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് മദർ ഇവളുടെ ബാക്കിൽ നിന്ന് ചാടി അവളുടെ മേത്തേക്ക് വീഴുകയാണ്. ഇപ്പൊ ഇവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് ആവാണ്. ഈ മദറിന്റെ കയ്യിലും ഒരു കത്തി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇവളെ കുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചുകളുടെ അടി കൂടെ ഇങ്ങനെ എഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ ഒരു മദർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി വെച്ചിട്ട് ഇവളെ വെട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിൻ അവർ പിടിക്കുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന കത്തിയിലേക്ക് അവളുടെ കഴുത്ത് വെച്ചിട്ട് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ അവരെ തള്ളിയിട്ടിട്ട് പുറത്തേക്ക് വന്ന് വീണ്ടുണ്ട്. ഇപ്പോ അവരവിടെ എണീറ്റ് വന്നിട്ട് ഇവളെ വീണ്ടും കൊല്ലാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൾ ആ ഒരു മദറിനെ ചുമരിന്റെ മുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വിധത്തിൽ തട്ടി വിടുകയാണ്. എന്നാലും അവർ വിടുന്ന ലക്ഷണം ഉണ്ടായിരുന്നില്ല. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മദറിന്റെ കഴുത്ത് കടിച്ചിങ്ങോട്ട് എടുക്കുകയാണ്. ഒരുപാട് ബ്ലഡ് ഇപ്പൊ ചീറ്റി പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവരുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു കുട്ടി അതിപ്പോ ജനിക്കാനായിട്ട് പോവാണ്. വാട്ടർ ബാഗ് ഒക്കെ ഈ ഒരു സമയത്തേക്കും പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ ഭയങ്കര അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ആ ഒരു ലീഡർ ലേഡി അവിടേക്ക് ഒരു ഗണ്ണുമായിട്ട് വരുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ഹീറോയിനെ തേടി പിടിച്ച് വെടിവെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ മദർ പ്രസവിക്കാനായിട്ടുള്ള ആ ഒരു വേദനയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ലീഡർ ലേഡി ഇപ്പോഴാണ് കാണുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അവരുടെ മേത്തേക്ക് ചാടി വീണിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് ആവാണ്. അങ്ങനെ ഈ ഒരു ഫൈറ്റിന്റെ അവസാനം നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നിട്ടുള്ള മദറിന്റെ ആ ഒരു വലിയ കത്തി ഉണ്ടല്ലോ അതെടുത്തിട്ട് ഈ ഒരു ലേഡീനെ വെട്ടിക്കൊല്ലുകയാണ്. എന്നാൽ ഇവർ മരിക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ ആ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കരച്ചിൽ കേട്ടിട്ട് ലീഡർ ഇപ്പൊ ചിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവർ മരിക്കുന്നത്. എന്നാൽ നമ്മുടെ മദർ ആണെന്നുണ്ടെങ്കിൽ അവൾ പ്രസവിച്ചിട്ടുള്ള ആ ഒരു കുട്ടീനെ നോക്കുന്നുണ്ട്. ആ ഒരു കുട്ടീനെ കണ്ട സമയത്ത് അവരും ഇപ്പൊ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. ഇതേപോലത്തെ ഒരു കുട്ടീനെയാണോ ഞാൻ പ്രസവിച്ചതെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി എടുത്തിട്ട് അവർ തന്നെ സ്വന്തം കഴുത്തറുത്ത് ഇപ്പൊ മരിക്കുകയാണ്. ഇപ്പോ ഇവർ നിൽക്കുന്ന ഈ ഒരു ചർച്ചിന്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് കാറ്റടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മെഴുകുതിരികൾ മുഴുവനും ഇപ്പൊ കെട്ടുപോവാണ്. ഈ ഒരു സമയപ്പോഴത്തേക്കും ആ ഒരു കാടിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു കറുത്ത രൂപങ്ങളായിട്ടുള്ള പ്രേതങ്ങള് ഇപ്പൊ ഈ ഒരു ചർച്ചിനെ നോക്കിയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആ ഒരു സ്ക്രീനിന്റെ പുറകിൽ നിന്നായിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് കിടന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശബ്ദം തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു. ഈ ഒരു ആടും മനുഷ്യനും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ആ ഒരു ശബ്ദം ഉണ്ടല്ലോ ആ ഒരു ശബ്ദത്തിലാണ് ഈ ഒരു കുട്ടി കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു കറുത്ത രൂപങ്ങള് ആ ഒരു ചർച്ചിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഹീറോയിനും ഇപ്പൊ മെല്ലെ നടന്നിട്ട് ആ ഒരു കുട്ടീനെ കയ്യിലെടുക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു
കറുത്ത രൂപങ്ങൾ മുഴുവനും ആകാശത്തേക്ക് നോക്കിയിട്ട് ഉറക്കെ ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ നിലത്ത് കുത്തിയിരുന്നിട്ട് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ആ ഒരു കുട്ടീനെ ഭയങ്കര ബഹുമാനത്തോടെയാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ ആ ഒരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അത് ഒരു മനുഷ്യക്കുട്ടി അല്ലായിരുന്നു. പകുതി മനുഷ്യനെ പോലെയും പകുതി ആടിനെ പോലെയായിരുന്നു ആ ഒരു കുട്ടി ഉണ്ടായിരുന്നത്. അതിനെ കാണാൻ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ആക്ച്വലി ഇതൊരു സാത്താന്റെ കുഞ്ഞാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഈ ഒരു കുട്ടീനെ എടുത്ത് വളർത്തിയിട്ട് ആ ഒരു സാത്താന്റെ കൂടെ ചേർന്നിട്ട് ഈ ഒരു ലോകം മുഴുവനായിട്ട് അവള് ഭരിക്കാനായിട്ട് പോവാണ്. നമ്മുടെ ഹീറോയിൻ ആ ഒരു ശവപ്പെട്ടിയിൽ ഇരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ ഒരു പ്രേതം അവളെ കൊല്ലാതിരുന്നെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവളാണ് ഈ ഒരു സാത്താന്റെ കുഞ്ഞിനെ എടുത്ത് വളർത്താനായിട്ട് പോകുന്നതെന്നുള്ളത് ആ ഒരു സമയത്ത് ആ പ്രേതത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളെ കൊല്ലാതിരുന്നത്. ഈ ഒരു സീന് കാണിച്ചിട്ട് ഈ സിനിമ ഇവിടെ കഴിയാണ്. ആക്ച്വലി ഈ ഒരു മദർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവള് ഈ ഒരു സാത്താനെ പ്രസവിക്കാൻ പോവാണ്. പിറക്കാൻ പോകുന്ന ആ ഒരു സാത്താന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലീഡർ ലേഡിയും അതുപോലെ തന്നെ ഇവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആ ഒരു ടീം മുഴുവനും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഉണ്ടാവാൻ പോകുന്നത് സാത്താൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ അടിമകളായിട്ട് സാധാരണ മനുഷ്യന്മാരൊന്നും മതിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും പ്രേതങ്ങളെ ആദ്യമേ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്ലഡിന് വേണ്ടിയിട്ട് ദാഹിച്ച് നടക്കുന്ന ഈ ഒരു പ്രേതങ്ങൾക്ക് ലീഡറിന്റെ ടീമിലുണ്ടായിരുന്ന ആളുകള് മനുഷ്യന്മാരെ ബലമായിട്ട് കൊണ്ടുവന്നിട്ട് ബലി കൊടുക്കാറുണ്ട്. നമ്മുടെ ഹീറോയിനും ഇവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരാളാണ്. എന്താന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാരുടെ തൊണ്ടയിൽ ഒരു മാർക്ക് ഉണ്ടല്ലോ, അതേ മാർക്ക് തന്നെ നമ്മുടെ ഹീറോയിനും ഉണ്ട്. അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോയിൻ അവരെ വിട്ടിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ചുരുക്കമായിട്ടുള്ള കഥ എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനായിട്ട് മറക്കല്ലേ. സിനിമ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്കും കൂടി തരണേ. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽപ്പെട്ടുള്ള സിനിമകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനായിട്ടും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.